വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മാള കെ കരുണാകരൻ സർക്കാർ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചും ധർണയും. ആരോഗ്യവകുപ്പിന് അനാസ്ഥയാണ് ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡിവൈഎഫ്ഐ. മാള KSRTC സബ് ഡിപ്പോയിൽ നിന്ന് സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ വെട്ടിലായി ദീർഘദൂര യാത്രക്കാർ. മാളയിൽ നിന്ന് തൃശൂർക്കും ആലുവയിലേക്കും ഇപ്പോൾ നാമമാത്ര സർവീസുകൾ. മലപ്പുറത്തിന് പിന്നാലെ തൃശൂർ ചാവക്കാടും ദേശീയപാത 66-ൽ വിള്ളൽ കണ്ടെത്തി. വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മാള കെ കരുണാകരൻ സർക്കാർ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചും ധർണയും. ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയാണ് ഹെൽത്ത് സെന്ററിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടുന്നു. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. 2008 സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ കെ കരുണാകരൻ സ്മാരക സർക്കാർ ആശുപത്രിക്ക് പക്ഷേ നാളിതുവരെ വേണ്ടത്ര ഡോക്ടർമാരെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ നിലവിൽ 4 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും അനുബന്ധ സേവനങ്ങളുടെയും അനിവാര്യതയ്ക്ക് വേണ്ടി മുറവിളി ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ സമരം നടത്തിയിട്ടും സർക്കാർ ഇതിനെതിരെ മുഖം തിരിക്കുകയായിരുന്നു. 4 ഡോക്ടർമാരും ഒരാൾ NRHM വിഭാഗത്തിൽ നിന്നായതിനാൽ ജില്ലയിൽ ഏതെങ്കിലും ഒരു VIP പറന്നിറങ്ങുകയാണെങ്കിൽ അവർക്ക് പിറകെ ഓടേണ്ട അവസ്ഥയാണ് ആ ഡോക്ടർക്കുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി സർക്കാർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥയാണ് ഹെൽത്ത് സെന്ററുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും അപര്യാപ്തത പരിഹരിക്കുക, ഉച്ചയ്ക്ക് ശേഷമുള്ള OP സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളും ഡിവൈഎഫ്ഐ ഉന്നയിച്ചു. എന്നാൽ സർക്കാരിൻ്റെ അനാസ്ഥയെ മറച്ചുവെച്ച് ആശുപത്രി സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്താനാണ് സമരം ഉദ്ഘാടനം ചെയ്ത CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ശ്രമിച്ചത്. ആശുപത്രിയിൽ എന്താ സ്ഥിതി? മാള ആശുപത്രിയിൽ എന്തുകൊണ്ടാണ് നടപ്പിലാക്കാനുള്ള മനോഭാവമില്ലാത്തത്? ആ മനോഭാവമില്ലാത്തതിന്റെ പേരിലല്ലേ ഏതെങ്കിലും DMOനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ സൂപ്രണ്ട്? ഞങ്ങൾ DMOനോട് അന്വേഷിച്ചു, DHSനോട് അന്വേഷിച്ചു. ഒരു കത്തെഴുതി കൂടെ സൂപ്രണ്ടിന് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് എഴുതുന്നില്ല അല്ലെ? അങ്ങനെ അധികം ഡോക്ടർമാര് വന്നാൽ തന്റെ പ്രതിദിന വരുമാനത്തിൽ എന്തുണ്ടാവും പങ്കുവച്ചു അല്ലെ? അങ്ങനെയാണോ? അപ്പോൾ ഞങ്ങൾ സമരം നടത്തുന്നത് ഈ നാടിന്റെ ജനത്തിന്റെ ഒപ്പമാണ്. ഞങ്ങൾക്ക് സമരം നടത്താൻ ഒരു ഭയാശങ്കയുമില്ല. ആ ഭയാശങ്കയുള്ള പ്രസ്ഥാനമല്ല. തെറ്റിദ്ധാരണകൾ വേണ്ട. ഇവിടെ 6 കോടിയുടെ ഇവിടുത്തെ ഡോക്ടർ എഴുതി തന്നതല്ല, എല്ലാ വികസനവും നടത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നടത്തിയ ധർണയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് IS അക്ഷയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം രാഖിൽ ഗോപാൽ, ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ആശുപത്രിയിൽ താൽക്കാലിക ഡോക്ടറെ നിയമിക്കുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് പരിമിതികളുണ്ടെന്നും അതിനുള്ള സാമ്പത്തിക ശേഷി തനത് ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയില്ല എന്നുമാണ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി മീഡിയ ടൈമിനോട് പ്രതിവചിച്ചത്. 66ഓളം പേരെ കിടത്തി ചികിത്സിക്കാനും ദിനംപ്രതി 500-ൽ പരം ആളുകൾ OPയിൽ വന്ന് ഡോക്ടറെ സന്ദർശിക്കുകയും ചെയ്യുന്ന ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറെ നിയമിക്കണം എന്ന് മുൻപ് ആശുപത്രി വികസന സമിതി മാള ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് ആവശ്യം നിരാകരിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് പ്രസ്തുത വിഷയത്തിൽ ഹൈക്കോടതിയിൽ നടത്തിയ കേസിന്റെ തുടർ നടപടികൾ സർക്കാർ തലത്തിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് അറിവ്. ആ സമയത്താണ്
ഡിവൈഎഫ്ഐ തന്നെ നേരിട്ട് സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടുള്ളത്. CPIMന്റെ ഏരിയ നേതൃത്വവും ആരോഗ്യവകുപ്പിന്റെ നീക്കങ്ങളിൽ അസഹിഷ്ണുത ഉള്ളവരാണെന്ന് ഇന്നത്തെ സമരത്തോടെ വെളിപ്പെടുകയാണ്. എന്തായാലും മാള സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണെന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് പിന്തുണ ഏറുകയാണ്. മീഡിയ ടൈം, മാള. മാള KSRTC സബ് ഡിപ്പോയിൽ നിന്ന് സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ വെട്ടിലായി ദീർഘദൂര യാത്രക്കാർ. ഗ്രാമീണ മേഖലയിലെ ഉൾനാടൻ വഴികളിലൂടെയുള്ള ഗതാഗത സർവീസ് നിർത്തിവച്ചതിന് പിറകെയാണ് ദീർഘദൂര സർവീസുകൾക്കും കത്തിവച്ചിട്ടുള്ളത്. മാളയിൽ നിന്ന് തൃശ്ശൂർക്കും ആലുവയിലേക്കും ഇപ്പോൾ നാമമാത്ര സർവീസുകളാണ് ഉള്ളത്. മാളയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് ഉണ്ടായിരുന്ന 50ഓളം ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചത് കോവിഡ് കാലത്തിന് ശേഷമാണ്. നാടിന്റെ നാനാദിക്കിലേക്ക് സർവീസ് ഉണ്ടായിരുന്ന ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന മാള KSRTC സബ് ഡിപ്പോയ്ക്ക് കീഴിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് 24 ബസ്സുകൾ മാത്രം. അവയിൽ ഏറെയും തൃശ്ശൂരിലേക്ക്. രാത്രി 7 മണിക്ക് ശേഷം ആലുവയിൽ നിന്ന് മാളയിൽ എത്തണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള ഭാരിച്ച തുക കയ്യിൽ കരുതണം എന്ന അവസ്ഥ. സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതിന് ഉദ്യോഗസ്ഥർ പറയുന്ന വിശദീകരണം നഷ്ടക്കണക്കുകളാണ്. എന്നാൽ തൃശ്ശൂർ മാള സർവീസ് ഇന്നും ലാഭത്തിൽ തന്നെയാണെന്നാണ് ജീവനക്കാരുടെ ഭാഷ്യം. എന്നിട്ടും സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പിടിപ്പുകേടുകൊണ്ട് ഷെഡ്യൂളുകൾ ചുരുക്കി യാത്രക്കാരെ വഞ്ചിക്കുകയാണ് വകുപ്പ്. മാളയിലെ സമീപ ഗ്രാമീണ വഴിയിലൂടെ പോയിരുന്ന KSRTC സർവീസുകൾ പഴങ്കഥയായി മാറിയിരിക്കുന്നു. ക്രമാതീതമായി ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കുന്ന നടപടിക്കെതിരെ മീഡിയ ടൈം നൽകിയ വാർത്തയെ തുടർന്ന് MLA VR സുനിൽകുമാർ നിയമസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആവശ്യത്തിന് യാത്രക്കാരുണ്ടെങ്കിൽ സർവീസ് തുടരാൻ KSRTC തയ്യാറെന്നായിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ മറുപടി പറഞ്ഞത്. ആന്റണി രാജു മാറി ഗണേഷ് കുമാർ ആ കസേരയിൽ വന്നെങ്കിലും മാള ഡിപ്പോ ഇപ്പോഴും അവഗണനയിൽ തുടരുന്നു. യാത്രക്കാരുണ്ടായിട്ടും സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഭരണകക്ഷി വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് അവഗണനയുടെ ആഴം വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം, മാള. മലപ്പുറത്തിനു പിന്നാലെ തൃശൂർ ചാവക്കാടും ദേശീയപാത 66-ൽ വിള്ളൽ കണ്ടെത്തി. നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത്. വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ടാറിംഗ് പൂർത്തിയായ റോഡിൽ 50 മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ കാണുന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ടാറിട്ട് വിള്ളൽ മൂടുകയായിരുന്നു ദേശീയപാത അധികൃതർ. രാത്രി എത്തിയാണ് വിള്ളൽ അടച്ചത്. അതിനിടെ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ദേശീയപാത അധികൃതരോടും പോലീസിനോടും റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിക്കുന്നത് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. മഴക്കാല മുന്നൊരുക്കം വിലയിരുത്താൻ കയ്പമംഗലത്ത് യോഗം വിളിച്ചു ചേർത്തു. ET ടൈസൺ MLA ആണ് യോഗം വിളിച്ചു ചേർത്തത്. കയ്പമംഗലം മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. കാലവർഷം നേരത്തെ എത്തുമെന്നും തീവ്രമഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും യോഗം ET ടൈസൺ MLA വിളിച്ചു ചേർത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ഓടകൾ, കൈത്തോടുകൾ, കൽവർട്ടുകൾ, കനാലുകൾ, ചാലുകൾ, പുഴകൾ, മറ്റു ജലനിർഗമന മാർഗങ്ങൾ എന്നിവയുടെ ശുചീകരണ പ്രവൃത്തി, മാലിന്യങ്ങൾ ഉറവിടത്തിൽ ശേഖരിക്കുന്നത് എന്നിവയിൽ വേണ്ട ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്തുകൾക്കും ഇറിഗേഷൻ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. കൂടാതെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും RRT വളണ്ടിയർമാരെ വിളിച്ചുകൂട്ടുവാനും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുവാനും തീരുമാനമായി. കൂടാതെ അപകട സാധ്യതയുള്ള മരങ്ങൾ, മരങ്ങളുടെ ശിഖരങ്ങൾ എന്നിവ നീക്കം ചെയ്യും. ദുരിതാശ്വാസ ക്യാമ്പുകൾ, കെട്ടിടങ്ങൾ സജ്ജമാക്കി ഫിറ്റ്നസ് ഉറപ്പുവരുത്തും. പെരുംതോട്, വലിയതോട്, അറപ്പത്തോട് തുടങ്ങിയ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കും. ദേശീയപാത, മറ്റു റോഡുകളുടെ നിർമ്മാണം, വെള്ളക്കെട്ട് സാധ്യത, യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നത് പരിഹാര പദ്ധതി തയ്യാറാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സംയുക്ത യോഗം വിളിച്ചു ചേർക്കും. മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിപ്സ ഒഫൂർ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കൂരിച്ചാലിൽ, പെരിഞ്ഞനം ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്റർ സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം.
ഇന്ന് രാജ്യാന്തര ചായ ദിനം. ഈ ചായ ദിനത്തിൽ സജീഷിൻ്റെ ചായക്കടയിൽ ചായയ്ക്കൊപ്പം ബിസ്ക്കറ്റും കാപ്പിമിഠായിയും ഫ്രീ. തൃശ്ശൂർ പാവറട്ടി മറ്റം നമ്പഴിക്കാട് സജീഷ് ഏട്ടൻ്റെ ചായക്കടയിലാണ് രാജ്യാന്തര ചായ ദിനത്തിൽ ചായ കുടിക്കുന്നവർക്കായി വേറിട്ട സമ്മാനങ്ങൾ നൽകുന്നത്. ലോക ചായ ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സജീഷ് ചന്ദ്രൻ്റെ ചായക്കടയിലെത്തിയ സ്റ്റൈജു മാസ്റ്ററാണ് ബിസ്ക്കറ്റും കാപ്പിമിഠായിയും ശിഷ്യന് സമ്മാനമായി നൽകിയത്. ഒപ്പം ഒരു ഉപദേശവും: ഇന്ന് താങ്കളുടെ കടയിൽ വരുന്നവർക്ക് ഫ്രീ ആയി ബിസ്ക്കറ്റും കാപ്പിമിഠായിയും നൽകണം. പാവറട്ടി മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവാണ് പൂർവ്വ വിദ്യാർത്ഥിയും അരുമ ശിഷ്യനുമായ സജീഷ് ചന്ദ്രനെ ലോക ചായ ദിനത്തിൽ വേറിട്ട സമ്മാനം നൽകി ആദരിച്ചത്. ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച സജീഷ് ചന്ദ്രൻ ലഭിച്ച ഉപഹാരങ്ങൾ തൻ്റെ കടയിൽ വരുന്ന അതിഥികൾക്കായി സമ്മാനമായി നൽകി മാതൃകയായി. 80ഓളം വേറിട്ട ചായകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാണ് തൃശ്ശൂർ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് സ്വദേശിയായ സജീഷ് ചന്ദ്രൻ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ സജീഷേട്ടൻ്റെ ചായക്കടയിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ചായ പ്രേമികൾ വരാറുണ്ട്. സജീഷിനെ പൂർണ്ണ പിന്തുണയായി ഭാര്യ തുളസിയും അച്ഛൻ ചന്ദ്രനും മകൻ ഘനശ്യാം എന്നിവരോടൊപ്പം സഹായിയായി സെലീന ചേച്ചിയും ചായക്കടയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു. അഭിനയത്തിലും വായനയിലും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന സജീഷിൻ്റെ ബിസിനസ് വളർച്ചയിൽ സന്തോഷവാനായ അധ്യാപകൻ സജീഷിന് പുസ്തകവും സമ്മാനമായി നൽകിയാണ് മടങ്ങിയത്. മീഡിയ ടൈം, തൃശ്ശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ സെക്രട്ടറി KI നജ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സബ്കാർ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. MS രമേശ്, MV ലാലു, P സതീശൻ, PS സൂര്യപ്രകാശ്, MV സന്തോഷ്, TR രാജു, MK ശങ്കരൻ, CK സഹജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. മാളയിൽ NK വാസു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ NK വാസു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കി ഒരു നവകേരള നിർമ്മിതിയിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതാണ് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം. 2020 ആയപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്ത ചരിത്രമാണ് എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലുള്ളത്. LDF ഭരിക്കുകയാണ് കേരളത്തിലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുന്നത് UDF ആയിരിക്കും. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ വൻ വിജയം നേടുന്നത് LDF ആയിരിക്കും. എന്നാൽ 2020 ഡിസംബർ മാസം 16-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ 6 കോർപ്പറേഷനുകളിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF, 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി എല്ലാം ആധികാരികമായിട്ടുള്ള വിജയം നേടി. കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK അനുസ്മരണ പ്രഭാഷണം നടത്തി. M രാജേഷ്, TK സന്തോഷ്, KR ജോജോ, ഷീബ ഗിരീശൻ, CR പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടന് ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 25 വരെയാണ് കൺവെൻഷൻ. അണക്കര മരിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലിൻ്റെ നേതൃത്വത്തിൽ വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടി കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി തിലകൻ, ഷൈനി വർഗീസ്, ആളൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹംസ എന്നിവർ സംസാരിച്ചു.
ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ബെന്നി ബെഹ്നാൻ MP ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശനം നടത്തി വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് MLA കൂട്ടിച്ചേർത്തു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയലിനിൽ വിസ്മയം തീർത്ത് ഗംഗാ ശശിധരൻ പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ ക്ലബിൻ്റെ കളിയിടം സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് ഗംഗയുടെ വയലിൻ ഫ്യൂഷൻ സംഘടിപ്പിച്ചത്. വേദികളിലും സോഷ്യൽ മീഡിയകളിലും താരമായ ഗംഗ 2 മണിക്കൂറോളം വയലിൻ മാന്ത്രികതയാൽ സംഗീതാസ്വാദകരെ വിസ്മയിപ്പിച്ചു. വയലിൻ ഫ്യൂഷൻ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് എടത്തുരുത്തിയിൽ സ്വീകരണം നൽകി. എടത്തുരുത്തി ബസാറിൽ നിന്ന് ആരംഭിച്ച യാത്ര യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ MP-യുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് CD ലിറ്റി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആദരവ് മണ്ഡലം പ്രസിഡന്റ് CD ലിറ്റി, കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി. സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടങ്ങിയ ആശാവർക്കർമാരുടെ സമരത്തിന് ജില്ലാതല സമാപനം ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് A ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. സമരസമിതി നേതാവ് MA ബിന്ദു നയിക്കുന്ന ജാഥയുടെ പര്യടന സമാപനം 24 ശനി വൈകിട്ട് 5 മണിക്ക് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് കൊരട്ടിയിലെ സ്വീകരണത്തിന് ശേഷം ചാലക്കുടിയിൽ എത്തിച്ചേർന്ന ജാഥയെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ആശാവർക്കർമാരും ചേർന്ന് നോർത്ത് ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്നും ആനയിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ സനീഷ് കുമാർ ജോസഫ് MLA, ചെയർമാൻ ഷിബു വാലപ്പൻ, കൺവീനർ TP സുധീർ, ട്രഷറർ ഷോൺ പെല്ലിശ്ശേരി, പ്രൊഫസർ കുസുമൻ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ നിൽപ്പ് സമരം സംഘടിപ്പിച്ച് 2020 ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി. നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ സംഘടിപ്പിച്ച സമരം തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ഭാരവാഹികളായ ജോർജ് മാർട്ടിൻ, PD വർഗീസ്, ഡോൺ ബോസ്കോ, ഷിബു വർഗീസ് പരേപ്പാടൻ, ബോണി വെളിയത്ത്, മാത്യൂസ് പാപ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മാള K കരുണാകരൻ സർക്കാർ ആശുപത്രിയിലേക്ക് DYFIയുടെ മാർച്ചും ധർണയും. ആരോഗ്യവകുപ്പിന് അനാസ്ഥയാണ് ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് DYFI. മാള KSRTC സബ് ഡിപ്പോയിൽ നിന്ന് സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ വെട്ടിലായി ദീർഘദൂര യാത്രക്കാർ. മാളയിൽ നിന്ന് തൃശൂർക്കും ആലുവയിലേക്കും ഇപ്പോൾ നാമമാത്ര സർവീസുകൾ. മലപ്പുറത്തിന് പിന്നാലെ തൃശൂർ ചാവക്കാടും ദേശീയപാത 66-ൽ വിള്ളൽ കണ്ടെത്തി. വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.